അന്തമിട്ട പ്രതി എന്തും ചെയ്യുമെന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കോൺഗ്രസ് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പാരഡി പാട്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചതെന്ന വിശ്വാസം ഇപ്പോഴും ചില കോൺഗ്രസുകാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു ഈ പാരഡി പാട്ട് അന്നിറങ്ങിയത്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് കുഞ്ഞബ്ദുള്ളയുടെ പാരഡി പാട്ട് പണ്ടത്തെ പോലെ ജനങ്ങൾക്കിടയിൽ അത്ര ഓളം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് കോൺഗ്രസിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഇന്ന് നിയമസഭയിൽ പാരഡി പാട്ടുകൾ പാടിയും ഇരുപക്ഷവും പ്രതിഷേധിച്ചു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പ്രതിപക്ഷം സഭയിൽ പാടി. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ച് ബാനർ പിടിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയത്. എന്നാൽ പിന്നീട് നടന്നത് പ്രതിപക്ഷം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഭരണപക്ഷവും മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലെത്തി. സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടിയാണ് ഭരണപക്ഷം രംഗത്തെത്തിയത്. മന്ത്രി വി ശിവൻകുട്ടി മൈക്കിലൂടെ പാട്ട് പാടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ഭരണപക്ഷം ആരോപിച്ചു. അതുവരെ എത്തി കാര്യങ്ങൾ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. സഭാചട്ടങ്ങൾ പാലിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് ഭീരുത്വമാണെന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തിന് സഭ ചേരുന്നതിൽ താൽപ്പര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സത്യത്തിൽ ഇത്രയൊന്നും പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഈ സഭയിൽ കുറെ കാലമായി ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ടിട്ടുള്ളത്. സർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ, ഇവിടെ മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. അവര് സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. സാർ, സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDFന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സാർ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ? SITയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത്. ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ. എന്തിനു വേണ്ടി? കോൺക്രീറ്റ് കൊണ്ടുള്ള
കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവ്വരിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണം പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ആളുകളൊന്ന് അറിയട്ടെ. നിങ്ങളിപ്പോ ഒരു പാരഡി പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ. അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും. അന്നേക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം. സാർ, ഇവിടെ ഇടതുപക്ഷം ഒന്നാം യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം യു പി എ ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്ത് തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത്. തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പിയെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ്. ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ എന്റെ വിശദമായ മറുപടി മേശപ്പുറത്ത് വെക്കുകയാണ്. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധി അടുത്ത് പോയി? സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക് സാർ, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സാർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ സാർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സാർ? ആരാണ് സാർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്ത് ഉദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്.